അതിരാവിലെ നേരത്തെ എണീറ്റ് പല്ലിയച്ച് റെഡിയായി കാമുകിന്റെ ഒപ്പം കറങ്ങാൻ പോവാണ്. വേഗം വീട്ടിലിരുന്ന പാന്റും ഷർട്ടും ഇട്ടിട്ട് കാജിക്കാന്റെ കടയിൽ പോവാണ്. ഹെൽമെറ്റ് അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കണം. ഹെൽമെറ്റ് കൊടുത്ത് ചൂട് ചായയും കുടിച്ച് നേരെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. എന്റെ ചേതക സ്കൂട്ടർ അവന്റെ വീട്ടിലാണ്. അങ്ങനെ എന്റെ സ്കൂട്ടർ എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക്. ഇത് എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എന്റെ പുതിയ ബനിയൻ ഇതിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ 600 രൂപയ്ക്ക് വാങ്ങിച്ച ബനിയനോട്ട് പഴനിയിൽ നിന്ന് 200 രൂപയ്ക്ക് 2 മാസം മുമ്പ് വാങ്ങിച്ച വാച്ച് കൂട്ട് ഒരു 35 വർഷം പഴക്കമുള്ള ബുള്ളറ്റ് കൊടുത്തിട്ടാണ് കറങ്ങാൻ പോണത്. അങ്ങനെ രണ്ടുപേരും വീട് അടുത്തടുത്തായതുകൊണ്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആളിനെ കണ്ടപ്പോൾ വണ്ടി കയറ്റിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. പോണ വഴിക്ക് കാഴ്ചകൾ അതിസുന്ദരം. വാളയാർ പരമശിവം എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതാണ് വാളയാർ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ തമിഴ്നാട് ബോർഡർ എത്താറായപ്പോൾ നമ്മുടെ ഒഴിഞ്ഞ ഒരു സ്ഥിരം വരുന്ന ഏട്ടന്റെ കടയെത്തി. അവിടെ രണ്ടുപേരും ഇരുന്ന് കുറച്ച് സംസാരിച്ച് ഇഡ്ഡലിയും ചായയും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് പോയി ഒരു ചായയും വാങ്ങിച്ചപ്പോൾ കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോർഡറിൽ കടന്റെ വെളിയിൽ ഒരു നായും കുറച്ച് കാക്കകളും നിൽക്കുന്നുണ്ട്. അവർക്ക് കുടിക്കാനായിട്ട് ഇതുപോലെ വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കാക്ക വന്ന് കുടിക്കും, പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ വരിയായിട്ട് വന്ന് വേറെ കാക്കി ഇതുപോലെ വന്ന് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് അവസാനം ആ നായി ഭാവം വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടാവുള്ളൂ തോന്നി എനിക്ക് വിഷമം തോന്നിയിട്ട് ഒരു പരിപ്പോടെ വാങ്ങിച്ചിട്ട് കൊടുത്തു. ഞാൻ വാങ്ങിച്ചു കൊടുത്തതിന് മൈൻഡ് കൂടി ചെയ്യണില്ല. അതുകൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്തപ്പോൾ ബാഗ് തിരിഞ്ഞ് കുണ്ടിയും കാണിച്ചിട്ട് പോയി. എനിക്കൊന്നും വേണ്ട നിന്റെ ബിസ്ക്കറ്റ് പറഞ്ഞിട്ട്. ആ നടത്തം കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കാർ വന്നു. നോക്കണം കാറിന്റെ പിന്നാലെ നിൽക്കാണ്ട് ഓടുക. കാർ നിർത്തിയപ്പോൾ ടയറിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മൂപ്പരാള്. അവിടെ നിന്ന് ഇറങ്ങി ഞാനും ഗേൾഫ്രണ്ട് ഉള്ള ഏരിയ കൂടെ ചുറ്റി ഒരു അമ്പലം കണ്ടപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഗേൾഫ്രണ്ട് രാവിലെ കുളിച്ചിട്ടില്ല അത്ര, അതുകൊണ്ട് അമ്പലത്തിന്റെ ഉള്ളിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിൽക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും കാമുകി ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഇട്ടില്ല, അത് അങ്ങനെ വീണ് പോയി. രാവിലെ കാഞ്ചക്കാന്റെ കടയിൽ പോയി എടുത്തിട്ട് വന്ന ഹെൽമെറ്റിന്റെ അവസ്ഥ ഇതിപ്പോ ഇങ്ങനെയായി. മര്യാദയ്ക്ക് ഹെൽമെറ്റ് പുതിയത് വാങ്ങിച്ചു തന്നോ എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പൈസ ഒന്നും എന്റെ കയ്യിൽ ഇല്ലാത്ര. അതുകൊണ്ട് നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് വയറ് നിറയെ ഊണും ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ പൈസ നീ കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. ശേഷം വേറൊരു നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല 2 ചായയും അതുപോലെ തന്നെ 2 പഴംപൊരിയും പറഞ്ഞു. ആദ്യമായിട്ട് ഒരു കടയിൽ പോയി പഴംപൊരി വാങ്ങുമ്പോൾ ഇതുപോലത്തെ സ്പൂണും കത്തിയൊക്കെ തരുന്നത്. അത് കഴിഞ്ഞ് കിളികളും കാക്കകളൊക്കെ വീട്ടിലേക്ക് പോകണം വൈകുന്നേരം. അതുകൊണ്ട് ഞാനും വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി. എന്തായാലും എല്ലാ ദിവസത്തിനും പോലെ ഈ ദിവസവും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.